ലബനനിൽ ഹിസ്ബുല്ലയുടെ പേജറുകൾ പൊട്ടിത്തെറിച്ച് മരിച്ചവരുടെ എണ്ണം 11ആയി. 4000-ഓളം പരിക്കുള്ളതായാണ് അവസാനമായി ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. 200-ലധികം പേരുടെ നില ഗുരുതരമായി തുടരുന്നു. പിന്നിൽ ഇസ്രായേലാണെന്നും തിരിച്ചടിക്കുമെന്നും ഹിസ്ബുല്ല അറിയിച്ചു. അതേസമയം ലബനനിൽ പൊട്ടിത്തെറിച്ച പേജറുകൾ തായ്വാനിൽ നിന്ന് ഇറക്കുമതി ചെയ്തതാണെന്ന് കണ്ടെത്തി. പേജറുകളിൽ സ്ഫോടക വസ്തുക്കൾ ഒളിപ്പിച്ചിരുന്നുവെന്നും ലബനനിൽ എത്തുന്നതിന് മുൻപ് കൃത്രിമം നടന്നുവെന്നുമാണ് റിപ്പോർട്ടുകൾ. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് BK സുഹൈലുണ്ട് വിശദാംശങ്ങൾ നൽകാനായി. സുഹൈൽ, സമാനതകളില്ലാത്ത തരത്തിലുള്ള ഒരു ആക്രമണമാണ് നടന്നിരിക്കുന്നത്. പേജറുകളിൽ കൃത്രിമത്വം കാണിച്ചുകൊണ്ടവ പൊട്ടിത്തെറിച്ചു. ഒരേ സമയം നിരവധി പേജറുകൾ പൊട്ടിത്തെറിച്ചാണ് ഇത്രയും ആളുകൾക്ക് പരിക്കേറ്റതും 11 പേർ മരിച്ചതും. സ്വാഭാവികമായും മൊസാദ് ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരിൽ അതിനൈപുണ്യം നേടിയ ആളുകളുമാണ്. അതുകൊണ്ട് തന്നെ സംശയം അങ്ങോട്ട് തന്നെയാണ്. സ്വാഭാവികമായും ഇപ്പോൾ നടക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ അത് പശ്ചിമേഷ്യയുടെ സമാധാന സാധ്യതയെ വീണ്ടും ഇല്ലാതാക്കുകയാണല്ലേ? തീർച്ചയായും ജെൽസി, ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ ദോഹ കേന്ദ്രീകരിച്ച് നടക്കുന്ന സമാധാന ചർച്ചകളെ, വെടിനിർത്തൽ ചർച്ചകളെ അട്ടിമറിക്കുന്നതായിരിക്കും ഇപ്പോഴത്തെ ഈ നീക്കങ്ങൾ എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസമാണ് പ്രാദേശിക സമയം 3:30 ഒരേ സമയം 1000-ഓളം ഇടങ്ങളിൽ ഈ പേജറുകൾ ഒന്നിച്ച് പൊട്ടിത്തെറിക്കുന്നത്. അതിൽ 4000-ഓളം ആളുകൾക്ക് പരിക്കേറ്റു. ലബനാനിലെ ആശുപത്രികൾ മുഴുവൻ നിറഞ്ഞു കവിഞ്ഞു. 11 പേരുടെ മരണം ഇപ്പോൾ ലബനാൻ ആരോഗ്യ മന്ത്രാലയം പ്രഖ്യാപിക്കുന്നു. 400-ഓളം പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ഏതായിരുന്നാലും ഈ ആക്രമണം എങ്ങനെയാണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് പുറത്തു വരികയാണ്. ന്യൂയോർക്ക് ടൈംസ് പുറത്തുവിട്ട ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ US വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ഇപ്പോൾ പുറത്തു വരുന്നത്. തായ്വാനിൽ നിന്നാണ് ഈ പേജറുകൾ എത്തിയത് എന്നുള്ള കാര്യത്തിൽ ഏകദേശം എല്ലാവർക്കും ഉറപ്പായിരിക്കുന്നു. ലബനാനിലെ സുരക്ഷാ മന്ത്രാലയത്തിലെ സോഴ്സുകൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ട് റോയിട്ടേഴ്സ് തന്നെ അക്കാര്യം സ്ഥിരീകരിക്കുന്നു. തായ്വാനിൽ നിന്ന് മാസങ്ങൾക്ക് മുമ്പ് ഇത്തരം പേജറുകൾ ഇവർ ഇറക്കുമതി ചെയ്തിരുന്നു. അത് 5000-ഓളം പേജറുകളാണ് ഉണ്ടായിരുന്നത്. ആ പേജറുകളാണ് ഇപ്പോൾ പൊട്ടിത്തെറിച്ചത് എന്നുള്ള കാര്യത്തിൽ ഏറെക്കുറെ ഇപ്പോൾ ഉറപ്പായിരിക്കുകയാണ്. ഇനി തായ്വാനിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ഈ പേജറുകളിൽ സ്ഫോടക വസ്തു നിറച്ചത് ആരാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. സ്വാഭാവികമായും ഇതിന് പിന്നിൽ മൊസാദാണ് എന്ന് നമുക്ക് അനുമാനിക്കാവുന്നതാണ്. കാരണം ഇത്തരം ആക്രമണങ്ങൾ വിവിധയിടങ്ങളിൽ വിവിധ കാലങ്ങളിൽ നടത്തിയിട്ടുള്ള സംഘമാണ് ഇസ്രായേലിൻ്റെ ചാരസംഘടനയായ മൊസാദ്. ഇതിനുവേണ്ടി ഏത് ഏജന്റുമാരെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത് എന്ന് മാത്രമാണ് ഇനി നമുക്ക് അറിയാനുള്ളത്. പക്ഷേ ഈ ഗോൾഡ് അപ്പോളോ എന്ന് പറയുന്ന കമ്പനിയാണ് തായ്വാനിൽ ഈ പേജറുകൾ സൃഷ്ടിച്ചിട്ടുള്ളത്, നിർമ്മിച്ചിട്ടുള്ളത്. അവർ പറയുന്നത് തായ്വാനിൽ അത്തരമൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ തായ്വാനിൽ നിന്നും ഈ പേജറുകൾ ലബനാനിലേക്ക് എത്തുന്നതിന് മുമ്പ് വേറെ ഏത് കേന്ദ്രത്തിലേക്കാണ് പോയിട്ടുള്ളത് എന്നുള്ളതാണ് ഇനി നമുക്ക് അറിയാനുള്ളത്. ഏതായിരുന്നാലും ഒരു 40 ഗ്രാം മുതൽ 50 ഗ്രാം വരെ തൂക്കമുള്ള സ്ഫോടക വസ്തുക്കൾ ഈ പേജറുകളിൽ കൃത്രിമമായി ഒളിപ്പിച്ചു വെച്ചു എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. US വൃത്തങ്ങൾ അതിനുള്ള സാധ്യതകളും ഇപ്പോൾ പറയുന്നു. ഇങ്ങനെ എന്തുകൊണ്ടാണ് ഈ പേജറുകൾ ഈ കാലഘട്ടത്തിലും ഹിസ്ബുള്ള ഉപയോഗിക്കുന്നതെന്ന് സ്വാഭാവികമായും സംശയങ്ങളുണ്ടാകാം. അവിടെയാണ് ഈ മൊബൈൽ ഫോണുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഹാക്കിങ്ങും അതേപോലെ തന്നെ മൊബൈൽ ഫോണുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണവും മൊസാദിൻ്റെയും അതേപോലെ തന്നെ ഇസ്രായേലിൻ്റെയും പതിവ് രീതിയായിരുന്നു. ഹിസ്ബുള്ളയുടെ നിരവധി നേതാക്കൾ കൊല്ലപ്പെട്ടു. വർഷങ്ങൾക്ക് മുമ്പ് യഹിയ അയ്യാഷ് എന്ന ഹമാസിൻ്റെ പ്രധാനപ്പെട്ട നേതാവിനെ ഇസ്രായേൽ വധിച്ചത് മൊബൈൽ ഫോണിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ചുകൊണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സാധ്യത മുമ്പിൽ കണ്ടുകൊണ്ടാണ് ഹിസ്ബുള്ളയുടെ മുഴുവൻ അണികൾക്കും മൊബൈൽ ഫോൺ ഉപയോഗിക്കരുത്, പ്രത്യേകിച്ചും ഒക്ടോബർ 7 ആക്രമണത്തിന് ശേഷം ഈ ഒരു മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന രീതി ഒഴിവാക്കണമെന്നും മറ്റു മാർഗങ്ങളിലേക്ക് മാറണം എന്നുമുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നത്. അങ്ങനെയാണ് പേജറുകളിലേക്ക് ഹിസ്ബുള്ള നീങ്ങുന്നത്. അങ്ങനെ ഉപയോഗിച്ചിട്ടുള്ള പേജറുകളാണ് പൊട്ടിത്തെറിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഏതായിരുന്നാലും ഈ ആക്രമണത്തിന് പിന്നിൽ തങ്ങളാണോ എന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരിക്കാനോ നിഷേധിക്കാനോ ഇസ്രായേൽ തയ്യാറാവുന്നു. മറ്റൊരു കാര്യം കൂടി, ഈ പേജറുകൾ വഴി ഇത്തരം ഒരു ആക്രമണം നടത്തുന്നുവെങ്കിൽ സ്വാഭാവികമായിട്ടും അതിന് ഒരുപാട് മുന്നൊരുക്കങ്ങളൊക്കെ വേണ്ടിവരും. അതിനു മുൻപ് തന്നെ ഒരു പക്ഷേ പേജറുകളിലൂടെയുള്ള ഹിസ്ബുള്ളയുടെ കമ്മ്യൂണിക്കേഷൻ ചോർത്താൻ പോലും മൊസാദിന് കഴിഞ്ഞിട്ടുണ്ടാകുമെന്ന് കൂടി അനുമാനിക്കേണ്ടി വരും അല്ലേ? തീർച്ചയായും. ഹിസ്ബുള്ളയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ 11 പേർ കൊല്ലപ്പെട്ടു എന്നതിനേക്കാൾ അവർക്ക് നടുക്കമുണ്ടാക്കുന്നത് തങ്ങളുടെ മുഴുവൻ ആശയ സംവിധാനങ്ങളും അതേപോലെ തന്നെ ആശയവിനിമയ ഉപാധികളും ഇസ്രായേലിൻ്റെ കയ്യിലായി പോയി, അല്ലെങ്കിൽ മൊസാദിൻ്റെ ചാരവൃത്തത്തിനുള്ളിൽ പെട്ടുപോയി എന്നുള്ളത് തന്നെയാണ്. ഇത്രയും കാലമായി അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാർത്താവിനിമയ സംവിധാനങ്ങളെയും അവരുടെ സന്ദേശങ്ങൾ മുഴുവനും നേരത്തെ തന്നെ മൊസാദ് ചോർത്തിയിട്ടുണ്ടാകാം എന്ന് അനുമാനിക്കാവുന്ന രൂപത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം ഈ ഒരു സ്ഫോടക വസ്തു മാത്രമായിരിക്കില്ല ഈ പേജറുകളിൽ അവർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാകുക. എന്താണ് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്ന് ഇസ്രായേലിലേക്ക് അറിയാവുന്ന സംവിധാനവും ഒരുപക്ഷെ ഈ പേജറുകളിൽ
നിറച്ചിട്ടുണ്ടാകാം എന്ന് മൊസാദ് കാണുന്നു, ഹിസ്ബുള്ള കാണുന്നു. അതുകൊണ്ട് തന്നെയാണ് ഹിസ്ബുള്ളയുടെ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന 2 പ്രസ്താവനയിലും തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വീഴ്ചയായി തന്നെ ഇത് സമ്മതിക്കാവുന്ന തരത്തിലാണ് അതിലുള്ള ഭാഷ ഉള്ളത്. ഈ ഒക്ടോബർ 7 ആക്രമണത്തിന് ശേഷം ഏറ്റവും വലിയ ആക്രമണം ഹമാസിൽ നിന്നും വ്യത്യസ്തമായി ഇസ്രായേലിനുണ്ടായിട്ടുള്ളത് ലബനാൻ അതിർത്തിയിൽ നിന്നായിരുന്നു. അത്തരം ആക്രമണത്തിൻ്റെ മുൻപന്തിയിലുള്ള ഹിസ്ബുള്ളയുടെ വിവരങ്ങൾ ഇസ്രായേൽ ചോർത്തി എന്ന് പറയുമ്പോൾ ഹിസ്ബുള്ളയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ്. നമുക്കറിയാം, ഇസ്രായേലും അതേപോലെ തന്നെ മറ്റു രാജ്യങ്ങളും തമ്മിലുള്ള ആക്രമണത്തിൽ ഇസ്രായേൽ തോറ്റുപോയിട്ടുള്ള ഒരു പ്രസ്ഥാനം കൂടിയാണ് ഹിസ്ബുള്ള എന്ന് നമുക്കറിയാം. പ്രത്യേകിച്ചും 1960-കൾക്ക് ശേഷം ഈജിപ്തിൻ്റെ ഭാഗത്തു നിന്നും അതേപോലെ തന്നെ മറ്റു അതിർത്തി രാജ്യങ്ങളിൽ നിന്നുമെല്ലാം ഇസ്രായേലിനെതിരെ വലിയ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ലബനാനിൽ നിന്ന് ഹിസ്ബുള്ള നടത്തിയ ആക്രമണത്തിൽ മാത്രമാണ് ഇസ്രായേലിന് തോറ്റു പിന്മാറിയിട്ടുള്ളത്. ബാക്കിയുള്ള എല്ലാ ആക്രമണങ്ങളിലും തിരിച്ചടി ഇസ്രായേലാണ് നൽകുകയും അതേപോലെ തന്നെ കൂടുതൽ പ്രദേശങ്ങൾ ഇസ്രായേൽ കൈയടക്കുകയാണ് ചെയ്തിട്ടുള്ളത് എങ്കിൽ ഇസ്രായേൽ കൈയടക്കിയ ഒരു പ്രദേശത്ത് നിന്ന് അതിനെ ഇട്ടേച്ചുകൊണ്ട് പിന്തിരിഞ്ഞു പോകുന്ന തരത്തിലേക്കുള്ള ഒരു ആക്രമണം നടത്താൻ ശേഷിയുള്ള സംഘടനയായിരുന്നു ഹിസ്ബുള്ള. ആ ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട മേഖലകളിലേക്ക് കടന്നു കയറാൻ ഇപ്പോൾ ഇസ്രായേലിന് സാധിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇന്നലത്തെ ആക്രമണത്തിലൂടെ വെളിവാകുന്നത്. ശരി സുഹൈൽ, എന്തായാലും ഹിസ്ബുള്ള എന്ന സംഘടനയ്ക്ക് ഏറ്റൊരു കനത്ത പ്രഹരമായി തന്നെയാണ് അത് വിലയിരുത്തപ്പെടുന്നത്. മൊസാദ് അവരുടെ പേജറുകൾ അത് ഹാക്ക് ചെയ്ത് അതിനുള്ളിൽ ഒരു സ്ഫോടക വസ്തു ഒളിപ്പിക്കാനൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ കമ്മ്യൂണിക്കേഷൻ വരെ ഹാക്ക് ചെയ്തിട്ടുണ്ടാകാം എന്നുള്ള സംശയങ്ങൾ കൂടി വരുന്നുണ്ട്. വലിയ തിരിച്ചടി ഇത്തവണ ഹിസ്ബുള്ള നേരിട്ടിരിക്കുന്നു. ഇതിനൊരു പ്രത്യാക്രമണം ഉണ്ടാകുമെന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. ഇതിന് പിന്നിൽ മൊസാദാണെന്നുള്ള കാര്യത്തിൽ ഹിസ്ബുള്ളയ്ക്ക് സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പശ്ചിമേഷ്യ ദോഹ കേന്ദ്രീകരിച്ച് നടക്കുന്ന പശ്ചിമേഷ്യയിലെ സമാധാന ശ്രമങ്ങളെ അട്ടിമറിക്കാൻ പര്യാപ്തമായ ഒരു ആക്രമണം കൂടിയാണ് ഇത്. ഇതിന്റെ വരും ദിവസങ്ങളിൽ ഇതിന്റെ ഒരു ഫലങ്ങൾ നമ്മൾ കണ്ടറിയാനിരിക്കുന്നതേ ഉള്ളൂ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വി കെ സുഹൈലാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നുള്ള വിവരങ്ങൾ പങ്കുവച്ചത്.